ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നമുക്ക് ലഭിക്കുന്ന ദൈവിക സന്ദേശങ്ങൾ വിവേചിച്ചറിയുന്നവരായിട്ട് മാറുവാൻ നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കലൊരു വ്യക്തി ആരോ ഒരാളുടെ അടുക്കൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോയി. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തി ചെന്ന വ്യക്തിയോട് ചോദിച്ചു, ഇന്ന ആൾ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, അതെൻ്റെ അയൽവാസിയാണ്. അപ്പോൾ തന്നെ ഈ വ്യക്തി പറഞ്ഞു, അല്ലേലും എനിക്കറിയായിരുന്നു, അവന് ഒറ്റൊരാൾ കാരണമാണ് എൻ്റെ കുടുംബജീവിതം തകർന്നത്, എൻ്റെ സാമ്പത്തിക മേഖല തകർത്തത്, അവനെന്തെങ്കിലും എനിക്കെതിരെ ചെയ്തിട്ടാണോ എന്ന് ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തിയോട് ചോദിച്ചപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തി അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെ പ്രാർത്ഥിച്ച് മുൻപോട്ട് പോയി. അന്നു മുതൽ ഈ വ്യക്തിയുടെ ഉള്ളിൽ ഈ അയൽവാസിയോട് വെറുപ്പും വിദ്വേഷവും വൈരാഗ്യമായി കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കത്തില്ലാത്ത ഒരവസ്ഥയിലേക്ക് കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ നമ്മൾ സുവിശേഷത്തിൽ ഈശോ സമറിയക്കാരി സ്ത്രീയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈശോ സമറിയക്കാരി സ്ത്രീയോട് പറയുന്നുണ്ട്, വീട്ടിൽ പോയി ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് വരുവാൻ. അപ്പോൾ സമറിയക്കാരി സ്ത്രീ പറയുന്നുണ്ട്, എനിക്ക് ഭർത്താവില്ല. അപ്പോൾ ഈശോ സമറിയക്കാരി സ്ത്രീയോട് വീണ്ടും പറയുന്നുണ്ട്, നിനക്ക് ഭർത്താവില്ല എന്നുള്ളത് ശരിയാണ്, നിനക്ക് 5 ഭർത്താവുണ്ട്, 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളത് നിന്റെ ഭർത്താവല്ല എന്ന്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, നഥാനിയേൽ ഈശോയെ കാണുവാൻ വേണ്ടി വരുമ്പോൾ ഈശോ നഥാനിയേലിനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ അത്തിമരത്തിന്റെ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ കണ്ടിരുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അടയാളങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ചില പേരുകൾ, ചില സ്ഥലങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ, അത് നമ്മളെ ഒരു വിശ്വാസത്തിൽ ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേര് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ അല്ലാതെ ഒരിക്കലും ഒരു വ്യക്തിയുടെ പേര് പറയുമ്പോൾ അവർ നമുക്കെതിരെ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്, അത് ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ഉള്ള സ്നേഹബന്ധം നഷ്ടപ്പെടുത്തി കുടുംബം കലക്കുന്ന ഒരു ആത്മാവല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. ഒത്തിരി ആൾക്കാരുടെ ജീവിതത്തിൽ ഇതുപോലെ ഓരോ പേരുകളൊക്കെ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അവർ തന്നെ ചിന്തിക്കും, അല്ലെങ്കിലും ശരിയാണ്, അവനാണ് എനിക്കെതിരെ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് മുൻപോട്ട് പോകുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോവുകയാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഈശോ ശത്രുക്കളെ സ്നേഹിക്കുവാൻ വേണ്ടിയാണ് ഈശോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് തരുന്ന സന്ദേശങ്ങൾ വിവേചിച്ചറിയുവാൻ ഈ പെന്തക്കോസ്തായ്ക്ക് വേണ്ടിയൊക്കെ ഒരുങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നുള്ള തിരിച്ചറിവോടുകൂടി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളോടൊക്കെ വെളിപ്പെടുന്നവരായിട്ട് മാറുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മിഖായേൽ ദൂതന്റെ സംരക്ഷണവും മാധ്യസ്ഥവും എപ്പോഴും നിങ്ങൾ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.